+2 റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് 1 ലക്ഷം ദിർഹംസ്, ഏകദേശം 26 ലക്ഷം രൂപയാണ് ഭരണാധികാരി കൊടുത്തത്. എന്നാൽ ഇന്നിന്റെ ഇന്ത്യയിൽ ഇതേ +2 റാങ്ക് കിട്ടിയവരും ഡിസ്റ്റിങ്ഷൻ വാങ്ങിയവരും അവരുടെ മാതാപിതാക്കളും ഒക്കെ തെരുവിലാണ്. ജനാധിപത്യത്തിന്റെ കാവൽക്കാർ അവരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചകൾക്കാണ് തലസ്ഥാന നഗരം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പേപ്പർ ചോർന്നാൽ എന്തിനാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ചിരിക്കുന്നവരോട് നാഗ്പൂരിലെ പെൺകുട്ടി ഇനി ഒരു നീറ്റിന് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞാണ് ആത്മഹത്യ ചെയ്തത്. അവൾ മാത്രമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ 37 ദിവസം കൊണ്ട് 12 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. നീറ്റിന്റെ നീറ്റ്. ഹലോ, നമസ്കാരം. ഞാൻ ഭാസ്കരൻ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം പ്രയാസം, കരളുറപ്പുള്ളവർക്ക് താങ്ങാൻ പറ്റാത്തൊരു സങ്കടം. ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. നാളെ ഒരാൾ എന്നെ മേലൊക്കെ വിരൽ ചൂണ്ടുമ്പോൾ ഇതിനെതിരെ ഒരു പ്രതികരിച്ചത് ഒരു വീഡിയോ വരെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരു മനസ്സാക്ഷി ഒരു ചോദ്യം ചെയ്യുന്നതായിട്ടാണ്. വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിദ്യാഭ്യാസം പറഞ്ഞാൽ ഓരോ മനുഷ്യനിക്കും ഒരു പൊക്കിഷാണ്. ആ നീതി നിഷേധിക്കുക പറഞ്ഞാല് അതിനും വലിയ ശാപമൊന്നുമില്ല. പേരൻസും വിദ്യാർത്ഥികളും പബ്ലിക്കും ഒരാളാണ്. നമ്മളെ കുടുംബത്തിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമ്മളെ ഫാമിലിയായിട്ട് ഒന്ന് ശബ്ദം ഉയർത്താൻ, ഇതൊക്കെ കണ്ടിട്ട് കാണാതെ പോകരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന അവർക്ക് ഐക്യദാർഢ്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ. മനുഷ്യനാണ്. മനുഷ്യത്വത്തിന്റെ ഒരു ലേശെങ്കിലും നന്മ വായിക്കുന്നെങ്കിൽ ഇതിനെതിരെയൊക്കെ ശബ്ദം ഉയർത്തിയിട്ട് നമ്മൾ കൂടെ നിന്ന് കൊടുക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുരു പൊട്ടുന്ന ആൾക്കാരുണ്ടാവും. ആ കുരു പൊട്ടുന്ന ആൾക്കാർക്ക് വസ്ത്രം, ജാതി, മതം, വ്യക്തികൾ, മനുഷ്യന്മാരെ തിരിച്ചറിയുക. വാക്കുകൾ ഒരുപാട് താളപ്പിഴവ് സംഭവിക്കും. പക്ഷെ ഇതിനെ കുറിച്ച് ഒന്ന് ശബ്ദം ഉയർത്തില്ലെങ്കിൽ വലിയ അനീതിയായിപ്പോകും.